നമസ്കാരം. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതിയുടെ പ്രഥമ യോഗം ഇന്ന് നടന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണി മുതലാണ് പഞ്ചായത്ത് ഹാളിൽ ഭരണസമിതിയുടെ ആദ്യ യോഗം ചേർന്നത്. ആദ്യ യോഗത്തിൽ സുപ്രധാനമായ തീരുമാനം എടുത്തിരിക്കുകയാണ്. ചെറുപുഴ പഞ്ചായത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ 12 ലൈറ്റുകൾക്കാണ് പഞ്ചായത്ത് ഇന്ന് അനുമതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി തടഞ്ഞു വെച്ച 5 ഹൈമാസ്റ്റ് ലൈറ്റ് ഉൾപ്പെടെ ഇന്ന് 12 ലൈറ്റിന് അനുമതിയാണ് ഇന്ന് ആദ്യത്തെ യോഗത്തിൽ തന്നെ പഞ്ചായത്ത് നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ലൈറ്റുകൾക്കൊന്നും ചെറുപുഴ പഞ്ചായത്ത് അനുമതി നൽകാത്തതെന്നാണ് പുതിയ ഭരണസമിതിയും കോൺഗ്രസും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആദ്യ ഭരണസമിതി നിർണായകമായ തീരുമാനമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി തടഞ്ഞു വെച്ച 5 ലൈറ്റുകൾക്കും അതിനു പുറമെ പുതിയ 7 ലൈറ്റുകൾക്കും ഉൾപ്പെടെ 12 ഹൈമാസ്റ്റ് ലൈറ്റുകൾക്കാണ് ഇന്ന് അനുമതി നൽകിയിരിക്കുന്നത്. ലൈറ്റ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തിയപ്പള്ളി തന്നെ നമ്മളോട് വ്യക്തമാക്കും. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് പ്രഥമ ഭരണസമിതി യോഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ സുപ്രധാനമായ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ കാസർഗോഡിൻ്റെ ബഹുമാനപ്പെട്ട എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഈ ചെറുപുഴയിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ലഭിച്ച നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട 5 സ്ഥലത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് അനുവദിച്ചിരുന്നു. എങ്കിലും കഴിഞ്ഞ ഭരണസമിതിയുടെ രാഷ്ട്രീയ താല്പര്യം മൂലം എം പി അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് ചെയ്തത്. എങ്കിൽ പോലും ആ നാട്ടിലെ ജനങ്ങൾ പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം വീണ്ടും അതേ ആവശ്യം ഉന്നയിക്കുകയും ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ ആ അജണ്ട സുപ്രധാനമായി എടുത്തുകൊണ്ട് അന്ന് ഉപേക്ഷിച്ച 5 ഹൈമാസ്റ്റ് ലൈറ്റുകളും വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട്. അന്നത്തെ കഴിഞ്ഞ ഭരണസമിതി ഒഴിവാക്കിയ സ്ഥലങ്ങളൊന്ന് വായിക്കാം. പുളിങ്ങോ മകാം, തട്ടുമ്മൽ ദിവ്യപുരം ക്ഷേത്രം, കുണ്ടേരി ഉന്നതി, തിരുമേനി മലങ്കര പള്ളി, മച്ചിൽ ടൗൺ എന്നീ പ്രദേശങ്ങളിലായിരുന്നു അന്നത്തെ ഭരണസമിതി ഹൈമാസ്റ്റ് ലൈറ്റ് വേണ്ട എന്ന് വെച്ച് തീരുമാനമെടുത്തത്. അത് അതാത് സ്ഥലങ്ങളിൽ തന്നെ നടപ്പിലാക്കാൻ ഇന്നത്തെ ഭരണസമിതി യോഗം തീരുമാനമെടുത്തു. അതുകൂടാതെ തന്നെ 7ഓളം സ്ഥലങ്ങളിൽ ജനങ്ങളുടെ ആവശ്യപ്രകാരം പുതിയ ഹൈമാസ്റ്റ് ലൈറ്റുകൾ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 12 സ്ഥലങ്ങളോളം പുതിയ ഭരണസമിതിയുടെ ഫസ്റ്റ് തീരുമാനം എന്ന നിലയിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ അനുവദിക്കാൻ വേണ്ടി ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED ടിവികൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം.